നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിനിന്നിരുന്ന മന്തുവിന്റെ ഭീഷണിയെക്കുറിച്ച് പറയാൻ ഞാൻ അൽക്ക മാമിനെ ചെന്നു കണ്ടിരുന്നു. ഇന്ന് എന്റെ ആശങ്കകളെല്ലാം അകന്നിരിക്കുന്നു. മാം തന്റെ DIG പോലീസ് ബന്ധുവിന്റെ സഹായത്തോടെ മന്തുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. സാധാരണ വസ്ത്രം ധരിച്ച ഒരു വനിതാ ഇൻസ്പെക്ടർ മന്തുവിനെ അവന്റെ വലയിൽ തന്നെ കുടുക്കി പരാതിയൊന്നുമില്ലാതെ തന്നെ അവനെ എങ്ങനെ നന്നാക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ കേൾക്കും. എന്റെ സ്വാഭിമാനത്തെക്കുറിച്ച് മാം സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു: നമ്മൾ പരസ്പരം താങ്ങായി നിന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് നമ്മൾ ആപ്തമിത്രങ്ങളും സ്വന്തക്കാരും ആകുന്നത്? എന്നാൽ കഥയിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് രാത്രി വിശ്രമവേളയിലാണ്. മാം പെട്ടെന്ന് രാശീലിനെ വീഡിയോ കോൾ ചെയ്യുന്നു. രാശീൽ ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നു: അവൾ അമ്മയാകാൻ പോകുന്നു. അൽക്ക മാമും രാശീലും ചേർന്ന് തയ്യാറാക്കുന്ന ഈ പദ്ധതി നിങ്ങൾ കേൾക്കും. മാമിന്റെ സഹോദരപുത്രനുമായുള്ള എന്റെ വിവാഹാലോചന, എന്റെ അമേരിക്കൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ, 1.5 മാസത്തെ ശമ്പളത്തോടുകൂടിയ അവധി. എന്റെ 2 കാലിലും പിടിച്ച് വലിക്കുന്ന ഒരു കളി നടക്കുകയാണോ എന്ന് എനിക്ക് തോന്നുകയാണ്. സൗജന്യമായി അമേരിക്കയിൽ പോകാൻ എന്റെ സ്വാഭിമാനം എന്നെ അനുവദിക്കുമോ? എന്റെ പ്രിയപ്പെട്ട അച്ഛനെയും അൽക്ക മാമിനെയും വിട്ട് എന്റെ ഭാവിക്ക് വേണ്ടി രാശീലിന്റെ അനിയനെ മൈഥുനൻ കാണാൻ ഞാൻ തയ്യാറാകുമോ? തുടർന്നുള്ള കഥ പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 13. DIGയുടെ വലയും അമേരിക്കയിലേക്കുള്ള ക്ഷണവും. ഞാൻ മാമിന്റെ ബംഗ്ലാവിലെത്തി. മാം വന്നയുടനെ തന്നെ ആ കാര്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് വിവരിച്ചു തന്നു. എന്റെ അടുത്ത ബന്ധു ഒരു പോലീസ് DIG ആണ്. ഞാൻ അദ്ദേഹത്തിന് നീ തന്ന അഡ്രസ്സും ആ മനുഷ്യന്റെ പ്രവൃത്തികളെക്കുറിച്ച് ചുരുക്കത്തിൽ പറഞ്ഞുകൊടുത്തു. ഉടൻ തന്നെ ആ ലംബടനെ നന്നാക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ മാം അപ്ഡേറ്റ് നൽകി. വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വനിതാ ഇൻസ്പെക്ടർ സിവിൽ വസ്ത്രത്തിൽ അവന്റെ പഴക്കടയിൽ എല്ലാ ദിവസവും ചെല്ലും. ഏതെങ്കിലും ദിവസം അവൻ അവളോട് മോശമായി പെരുമാറിയാൽ അവൾ ഉടൻ തന്നെ അവനെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ അവന് നല്ല രീതിയിലുള്ള സ്വീകരണം ലഭിക്കും. അതിനുശേഷം അവൻ ഒരു പെൺകുട്ടിയെയും ശല്യം ചെയ്യാൻ മടിക്കും. മാം ആ പദ്ധതി വിശദീകരിച്ചു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്റെ മുന്നിൽ എന്തിനാണ് നീ ഇത്രയും മര്യാദകൾ കാണിക്കുന്നത്? നിന്റെ കഷ്ടപ്പാട് എന്റേതു കൂടിയാണ്. നമ്മൾ പരസ്പരം താങ്ങായി നിന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വേണ്ടപ്പെട്ടവരാകുന്നത്? മാം എന്നെ അരികിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഭക്ഷണത്തിനു ശേഷം മാം രാശീലിനെ വീഡിയോ കോൾ ചെയ്തു. വാണി, നീ അമേരിക്കയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യൂ. എന്റെ പ്രസവ സമയത്ത് നീ കൂടിയുണ്ടാകുന്നത് എനിക്ക് വലിയ സന്തോഷമായിരിക്കും. ടിക്കറ്റിനെക്കുറിച്ച് ഒട്ടും ഓർക്കണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, രാശീൽ സ്ക്രീനിൽ വളരെ ആവേശത്തോടെ പറഞ്ഞു. മാത്രമല്ല വാണി, നിന്റെ പാസ്പോർട്ട്, വിസ ഒരുക്കങ്ങൾ ഞാൻ ചെയ്യാം. സ്കൂളിൽ നിന്ന് 1.5 മാസത്തെ അവധിയും ഞാൻ ശരിയാക്കി തരാം, മാം ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു. ഈ എപ്പിസോഡ് വാണി, അൽക്ക, രാശീൽ എന്നിവർ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. എന്നാൽ അൽക്ക മാമിന്റെ ജീവിതത്തിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? എപ്പിസോഡ് 13 സമാപ്തം. എപ്പിസോഡ് 14. നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. ഇന്ന് രാത്രി ഞാൻ എന്റെ പ്രിയ സുഹൃത്ത് രാശീലിന്റെ വീട്ടിൽ തങ്ങുകയാണ്. ഈ രാത്രി ഒരു തമാശ നിറഞ്ഞ സംഭാഷണത്തോടെയാണ് ആരംഭിക്കുന്നത്. എനിക്ക് രാശീലിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നാൻ അവളുടെ നൈറ്റ് സ്യൂട്ട് ധരിക്കണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു: അവിവാഹിതരായി തുടരുന്നതുകൊണ്ട് നമ്മളിൽ എവിടെയെങ്കിലും സ്വവർഗാനുരാഗ വാസനകൾ, ലെസ്ബിയൻ ടെൻഡൻസീസ് വളരുന്നുണ്ടോ എന്ന്. എന്നാൽ ഈ രാത്രി വെറും സ്നേഹത്തെയും ചിരിയെയും കുറിച്ച് മാത്രമല്ല. ഇന്ന് രാശീൽ അവളുടെ ഭൂതകാലത്തെ പോരാട്ടത്തിന്റെ മറ്റൊരു തലം എന്നോട് വെളിപ്പെടുത്താൻ പോകുന്നു. നിങ്ങൾ കേൾക്കും. സെഡിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം രാശീൽ തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു പുതിയ നഗരത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു? പണമില്ലാതെ വലഞ്ഞപ്പോൾ രാശീൽ തന്റെ സ്വർണവളകൾ വിൽക്കാൻ ജ്വല്ലറി മാർക്കറ്റിൽ പോയപ്പോൾ താൻ ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് വീഴാൻ പോകുകയാണെന്ന് അവൾക്ക് എങ്ങനെ തോന്നിയെന്ന് നിങ്ങൾ അറിയും. ജ്വല്ലറിക്കാരന്റെ ഒരു ഫോൺ കോൾ രാശീലിനെ എങ്ങനെ ഭയപ്പെടുത്തിയെന്നും ആധാർ കാർഡും ക്യാഷ് മെമ്മോയും ആവശ്യപ്പെട്ടത് അവളെ എങ്ങനെ കൊടുക്കുമായിരുന്നുവെന്നും കേൾക്കൂ. അവൾ എങ്ങനെ ഒരു സുരക്ഷിതമായ വനിതാ ഹോസ്റ്റൽ കണ്ടെത്തിയെന്നും തന്റെ പഴയ ജീവിതത്തിന്റെ അശുദ്ധമായ ഗന്ധമുള്ള വസ്ത്രങ്ങൾ കത്തിച്ചുകളയാൻ അവൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നും അറിയുക. പോരാട്ടത്തിന്റെയും വിശ്വാസവഞ്ചനയുടെയും പുതിയ തുടക്കങ്ങളുടെയും കഥ പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 14. അർദ്ധരാത്രിയിലെ തങ്ങലും സുരക്ഷിതയല്ലാത്ത രാശീലിന്റെ യാത്രയും.
അൽക്കമാമിന്റെ അനന്തരവൻ പരാഗുമായുള്ള രാശീലിന്റെ വിവാഹം അമേരിക്കയിൽ വെച്ച് നിശ്ചയിച്ചിരിക്കുകയാണ്. അത്താഴത്തിന് ശേഷം അവൾക്ക് എന്നോട് പറയാൻ കഥകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ടായിരുന്നു. വാണി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ രാത്രി ഇവിടെ നിൽക്കാമോ? അവൾ ചോദിച്ചു. ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറെടുത്തല്ല വന്നത്. അച്ഛനോടും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പ്രയാസം അറിയിച്ചു. ദയവായി അച്ഛനെ ഫോൺ വിളിച്ചു പറയൂ. ഞാൻ നിനക്ക് എന്റെ പുതിയ നൈറ്റ് സ്യൂട്ട് തരാം, രാശീൽ കെഞ്ചി. ഞാൻ അച്ഛനെ വിളിച്ചു. അദ്ദേഹം സമ്മതിച്ചു. രാശീൽ അവളുടെ പുതിയ നൈറ്റ് സ്യൂട്ട് എനിക്ക് നൽകി. നീ പുതിയത് ധരിക്കൂ. നീ ഉപയോഗിച്ചിരുന്നത് എനിക്ക് തരൂ. അത് ധരിക്കുമ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു അനുഭവം എനിക്ക് ലഭിക്കും, ഞാൻ പറഞ്ഞു. വാണി, വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് കഴിയുന്നതുകൊണ്ട് നിന്നിൽ എവിടെയെങ്കിലും സ്വവർഗാനുരാഗ താൽപ്പര്യങ്ങൾ തുടങ്ങുന്നുണ്ടോ? രാശീൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രംഗം മാറുന്നു. രാശീൽ സെഡിൽ നിന്ന് രക്ഷപ്പെട്ടു. നാണക്കേട് കാരണം സ്വന്തം കുടുംബത്തിലേക്ക് പോകാൻ കഴിയാതെ അവൾ ഒരു പുതിയ നഗരത്തിലെത്തി. പണമില്ലാത്തതിനാൽ തന്റെ ആഭരണങ്ങൾ വിൽക്കാൻ അവൾ തീരുമാനിച്ചു. ജ്വല്ലറിക്കാരൻ ആധാർ കാർഡ് ചോദിച്ചപ്പോൾ അവൾ ഭയപ്പെട്ടു. ഭർത്താവിനെ ആക്രമിച്ച വിവരം പോലീസ് അറിയുമോ എന്ന് അവൾ ആശങ്കപ്പെട്ടു. അപ്പോൾ ജ്വല്ലറിക്കാരൻ അവൾക്കൊരു വഴി കാണിച്ചുകൊടുത്തു. മോളെ, ബില്ലില്ലാതെ എനിക്കിത് വാങ്ങാൻ കഴിയില്ല. പക്ഷേ നിന്റെ ആധാർ കാർഡ് കോപ്പി തന്നാൽ പണയം വെക്കാം. നിനക്ക് 30,000 രൂപ വരെ നൽകാം, അദ്ദേഹം പറഞ്ഞു. അവൾ സമ്മതിച്ചു. അദ്ദേഹം അവളെ വനിത എന്ന സുരക്ഷിതമായ വനിതാ ഹോസ്റ്റലിലേക്ക് അയച്ചു. അവിടെ അവൾക്ക് സുരക്ഷിതത്വം ലഭിച്ചു. പിന്നീട് അവൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി പഴയ വസ്ത്രങ്ങൾ കത്തിച്ചുകളയാൻ തീരുമാനിച്ചു. ആ വസ്ത്രങ്ങളിൽ സെഡിന്റെ ഗന്ധമുണ്ടെന്നും അവ തന്റെ അശുദ്ധമായ ഭൂതകാലത്തിന്റെ അടയാളങ്ങളാണെന്നും അവൾ കരുതി. ഒരു പുതിയ തുടക്കത്തിനായി അവ ദഹിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടെ എപ്പിസോഡ് 14 അവസാനിക്കുന്നു. ഒരു പുതിയ നഗരത്തിൽ രാശീൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും അവളുടെ ഏകാന്തതയും ഈ എപ്പിസോഡ് ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. രാശീലും വാണിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. പഴയ വസ്ത്രങ്ങൾ കത്തിച്ചുകളയാനുള്ള രാശീലിന്റെ തീരുമാനം അവൾ തന്റെ ദുരന്തപൂർണമായ ഭൂതകാലത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തുകടക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിക്കുന്നു. എപ്പിസോഡ് 14 സമാപ്തം.